Hello everyone, myself Soil PS. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നൊരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവോധയിൽ പുതിയൊരു ഹാർഡ്വെയർ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഓക്കെ, നമ്മുടെ ഹാർഡ്വെയർ സെക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മെയിൻലി കൊണ്ടുവന്നിരിക്കുന്ന കോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ മെക്കാനിക് എന്നൊരു കോഴ്സാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത്, അതായത് ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതേസമയം മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അതിൽ കംപ്ലൈൻറ്റ്സ് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന് റിപ്പയറിങ്, അതുപോലെ തന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ മാറ്റുന്നതിനും ചേഞ്ചിങ്ങിനൊക്കെ ആയിട്ട് മെയിൻലി ഒത്തിരി ഫങ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൊബൈൽ മെക്കാനിക് എന്ന കോഴ്സ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മൊബൈൽ മെക്കാനിക് എന്ന കോഴ്സ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊണ്ടുവന്ന കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്, എവിടേക്കാണ് ജോബ് റോൾസ് വരുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പറയാനായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ സാധാരണ എല്ലാ കോഴ്സുകളും വരുന്ന പോലെ തന്നെ നമുക്ക് മൊബൈൽ മെക്കാനിക്കും 6 മാസത്തെ ഡ്യൂറേഷൻ പീരീഡ് ആണ് വരുന്നത്. 3 മാസത്തെ ഓൺലൈൻ ക്ലാസ്സും 3 മാസത്തെ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ 3 മാസത്തെ ഓൺലൈൻ ക്ലാസ് വരുന്നത് സാധാരണ നോർമൽ നമ്മളെല്ലാവരും നമ്മുടെ മറ്റു കോഴ്സുകളെ പോലെ തന്നെ 3 മാസം നമ്മുടെ ഹാൻഡ് സൈറ്റിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പാകത്തിന് പ്രീ റെക്കോർഡ് സെക്ഷൻ പോലെ തന്നെയാണ് നമ്മൾ ഓൾറെഡി മൊബൈൽ മെക്കാനിക്കിന്റെ ആദ്യത്തെ 3 മാസവും നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം മറ്റെല്ലാ കോഴ്സിനേക്കായും അപേക്ഷിച്ചും നമ്മൾ വളരെ ഡിഫറെന്റ് നമുക്ക് വരുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന രീതി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് റെപ്യൂട്ടഡ് ഫേംസ്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റോഴ്സിലേക്കാണ് അവർ നമ്മൾ ഇന്റേൺഷിപ്പാണ് നമ്മൾ വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവരുടെ പെർഫോമൻസും അവർ ഏത് രീതിയിൽ, അതായത് 3 മാസം കൊണ്ട് അവർ പഠിച്ച കാര്യങ്ങൾ എത്ര ലെവലിൽ അവർക്ക് അവിടെ ചെയ്ത് കാണിക്കാൻ പറ്റും, അവരുടെ പെർഫോമൻസുകൾ എന്തോരം അവർക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുമെന്നനുസരിച്ച് ചിലപ്പോൾ അവർ ചേരുന്ന, അതായത് അവർ ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന റെപ്യൂട്ടഡ് ഫേംസിൽ തന്നെ ചിലപ്പോൾ അവർക്ക് ജോബിലായിട്ട് കയറാൻ പറ്റും. അതല്ലാത്ത പക്ഷേ സ്റ്റോഴ്സിലാണ് അവർ പോകുന്നുണ്ടെങ്കിൽ ആ സ്റ്റോഴ്സിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഈ 6 മാസത്തെ ഇതെല്ലാം കഴിഞ്ഞ് ചിലവരുടെ മനസ്സിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങാനായിരിക്കാം. അതേസമയം ചിലവരുടെ മനസ്സിലോ ചില കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേമിൽ വർക്ക് ചെയ്യാനായിരിക്കും ചിലവരുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടാണോ അതോ വേറൊരു ഷോപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയോ അല്ല മറ്റെന്തെങ്കിലും വേണ്ടി ചെയ്യാനായിട്ടുള്ള എല്ലാം, അതായത് 100% നമ്മുടെ മൊബൈൽ മെക്കാനിക്കിന്റെ ഒരു പ്രാക്ടിക്കൽ തിയറി ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയാണ് നമ്മൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇന്നിപ്പോൾ ഇന്നത്തെ കാലത്ത്, അതായത് ഇന്നത്തെ കൊറോണ സിറ്റുവേഷൻ കാലം ഇനിയിപ്പോൾ എന്തോരം നാളത്തേക്ക് നീണ്ടു നിൽക്കുമെന്നും നമുക്കറിയത്തില്ല. അതേസമയം ഇന്നത്തെ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ളൊരു മൊബൈല് ഹാൻഡ്സെറ്റ് നിലത്ത് വീണു, ഡിസ്പ്ലേ പൊട്ടിപ്പോയി, അങ്ങനെ പല ഇഷ്യൂസ് കാര്യങ്ങൾ വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷിന്റെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം കൊണ്ടും നമുക്ക് വളരെ ടൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും പുതിയൊരു മൊബൈൽ വാങ്ങാനായിട്ട് ഒരാളും ശ്രമിക്കില്ല. അതേസമയം എല്ലാവരും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, അങ്ങനെ വരുന്ന സമയത്ത് അതായത് കംപ്ലൈന്റ് വരുന്ന മൊബൈൽ എങ്ങനെ റെഡിയാക്കാം, അതായത് ഏത് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാം, നല്ല റിപ്പയറിംഗ് എവിടെയാണ് ഉള്ളത്. ഇന്നത്തെ സ്ഥലത്ത് മൊബൈൽ ഷോപ്പുകളുണ്ടോ? ഉണ്ട്. സർവീസ് സെന്ററുകളുണ്ടോ? ഉണ്ട്. പക്ഷെ അതേസമയം നമ്മളിവിടെ അതായത് അവോധ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട, അതായത് ഒരു മൊബൈല് അസംബ്ലിംഗ് ആൻഡ് ഡിസംബ്ലിംഗ് മുതൽ നിങ്ങൾക്ക് ചിപ്പ് ലെവൽ, അതുപോലെ തന്നെ IC റീബോർഡിംഗ് എല്ലാ സെക്ഷൻസും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, അതായത് FRP ലോക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന EMMC ലോക്ക്, എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവോധ കൊണ്ടുവരുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കോഴ്സ്, അതായത് നിശ്ചിതമായ ഒരു ഫീസിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇന്ന ഒരു ഫീസ് അളവിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കിട്ടാനും പോകുന്നില്ല. എല്ലാവരും എന്തായാലും മാക്സിമം, അതായത് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ഫ്യൂച്ചറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാഷൻ, അതായത് മെക്കാനിക് പരമായിട്ടൊരു പാഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മൊബൈൽ മെക്കാനിക് എന്നൊരു കോഴ്സ് എടുക്കുവാനും അത് പഠിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു കാരിയർ സെറ്റിൽ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ.